എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വളരെയധികം ഉപകാരപ്പെടുന്ന അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടുന്ന 2 ടിപ്സുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതായത് ആ ടിപ്സുകൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെയ്തു വെച്ച കൃഷികളൊക്കെ നശിക്കാതിരിക്കാൻ. മഴക്കാലമാണല്ലോ. അപ്പോൾ ആ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ വെള്ളം കുത്തി വീണ് അതിലെ വളമെല്ലാം പോകും. പിന്നെ മഴ 2 ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും ആ കൃഷി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടുതലും ഈ വളം എല്ലാം പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ടിപ്സാണ്. 2 ടിപ്സിൽ ഒന്ന് അതാണ്. പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ സാധാരണ വെണ്ട വിത്ത്, തക്കാളി വിത്തെല്ലാം ഗ്രോ ബാഗിൽ നടാതെ, അല്ലെങ്കിൽ പറമ്പിലാണെങ്കിൽ അവിടെ നടാതെ മുളപ്പിച്ച് തൈയായിട്ടാണ് നടുന്നത്. അപ്പോൾ ഈ മുളപ്പിച്ച് തൈയായിട്ട് നടുമ്പോൾ നമുക്ക് വേറൊരു ഗുണമുണ്ട്. നമുക്കത് ആ തൈ പറിച്ച് സൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യം, അതിൻ്റെ ആ ചെടി തീരുന്നത് വരെ, അവസാനിക്കുന്നത് വരെ അതിന് നല്ലൊരു ആരോഗ്യം കിട്ടാൻ ആ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നില്ല, അതേ തത്വം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ചെടി നമ്മൾ സൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പറമ്പിൽ നട്ടാൽ ശരിയാകില്ലല്ലോ. ഞാൻ അത് കാരണം ഈ ട്രേയിലാണ് ഈ വെണ്ട വിത്തെല്ലാം മുളപ്പിക്കുന്നത്. തക്കാളി, അതുപോലെ മുളകും തൈ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പയർ മാത്രമാണ് നമ്മൾ ഭാരം മാടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പയറും വേണമെങ്കിൽ ഇങ്ങനെ ട്രേയിൽ മുളപ്പിക്കാം. പക്ഷേ പയർ ഒരുപാട് ഉയരത്തിൽ വളർന്നത് ഒടിഞ്ഞു പോകും. പയർ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വിത്ത് പ്രയോഗിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇത് കണ്ടോ നിങ്ങൾ? ഈ 2-3 എണ്ണത്തിന് ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച മുരടിച്ചു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ചെടികളാണ്. ഇതിനിപ്പോൾ 2 ഇലയും കൂടി വന്നു കഴിഞ്ഞാൽ പറിച്ച് നടേണ്ട പ്രായമായി. അപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് ഇതിനെ നിർത്താൻ വേണ്ടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കണ്ടോ? ഈ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ 1-2 എണ്ണം കാണിച്ചു തരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെടുന്നു അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇത് നമ്മളൊരു കമ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെങ്കിലും മതി, ബലമുള്ളൊരു കമ്പായിരിക്കണം. ഇത് നെല്ലിയുടെ കമ്പ് ഞാൻ മുറിച്ചിട്ടിട്ട് അതിൻ്റെ ഇതളാണ്, ശിഖരങ്ങളാണ് എടുത്തിട്ടുള്ളത്. നല്ല ബലമുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിളിയോ 2 ഈർക്കിളിയോ ഒന്നിച്ച് വെച്ചോ, അല്ലെങ്കിൽ 1 ഈർക്കിളിയിലായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സാധനം എടുക്കാം. നമ്മളിതും കൂടെ കുത്തി വെച്ചിട്ട് ഇതിലേക്ക് ഈ നൂല്, ചെറിയ നൂലാണിത്, ഈ എന്തെങ്കിലും ഒരു നൂല് മതി, എടുത്തിട്ട് ഇത് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ മതി. കണ്ടോ? ഇതിങ്ങനെ പിരിച്ച് വച്ചാൽ മതി. കെട്ടാനൊന്നും നിൽക്കണ്ട. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിച്ച് നടുമ്പോൾ ബുദ്ധിമുട്ടാകും. ഇത് കുറച്ച് നാളത്തേക്കുള്ള ഏർപ്പാടായതുകൊണ്ട് കെട്ടി വയ്ക്കേണ്ട. അതിപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ ഇത് ഓക്കെ ആയി. അപ്പോൾ ഈ ചെടിക്ക് ജീവനുണ്ട്. അത് നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ചെടി നട്ടിട്ട് അങ്ങോട്ട് പോയാൽ പോരാ. ചെടി നട്ടിട്ട് കായ പറിക്കാനായിട്ട് ചെന്നാൽ പോരാ. എല്ലാ ദിവസവും അതിൻ്റെ അടുത്ത് എന്ത് സംസാരിക്കണം. സുഖമാണോ, അസുഖങ്ങളുണ്ടോ, ഭക്ഷണത്തിന് കുറവുണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് തലയാട്ടും. അപ്പോൾ അത്രയും കൃഷിയെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കേ വിജയിക്കാനും സാധിക്കുള്ളൂ. രണ്ടാമത്തെ ട്രിക്ക് ഞാൻ കാണിക്കുന്നത് വെണ്ടയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വെണ്ട ഇത്രയും നാളായി മഴ പെയ്തില്ലേ, ഇപ്പോൾ 1 മാസത്തോളം നിന്ന് മഴ പെയ്തു. അപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് ഇതിനെന്ത് ഒരു അനക്കമില്ല, ഒരു കൂസലില്ല. ഏറ്റവും നല്ല രീതിയിൽ കായ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ? എല്ലാത്തിലും നല്ല രീതിയിൽ കായ ഉണ്ടാകുന്നു. ഇന്നലെ പറിച്ചതാണ് കുറച്ച്, എന്നിട്ടും ഇതാണ് അവസ്ഥ.
അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ട്രിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ഈ ക്ലിപ്പിൻ്റെ പ്രയോഗമാണ്. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇടുന്നതെന്ന്. അതിൻ്റെ പ്രയോജനം വളരെ വലുതാണ്. ഇത് മഴക്കാലത്ത് മാത്രമല്ല ഈ ക്ലിപ്പിൻ്റെ പ്രയോഗം കൊണ്ട് കൃഷിക്കാർക്ക് ഉപയോഗം കിട്ടുന്നത്. നല്ല വേനൽക്കാലത്തും നമുക്ക് ഈ ക്ലിപ്പ് പ്രയോജനപ്പെടും. അത് ഞാൻ വിശദമായി പറയാം. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഗ്രോ ബാഗിൻ്റെ വെയിൽ സൂര്യപ്രകാശം വന്ന് അടിച്ചിട്ട് ഈ മണ്ണെല്ലാം കട്ട പോലെയാവും. ഇതിൽ ജലാംശം എല്ലാം നഷ്ടപ്പെടും. നമ്മൾ രാവിലെ നനച്ചിട്ട് വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് കല്ല് പോലെ ഇരിക്കും. അത്ര കൊടും വെയിലാണുള്ള വേനൽക്കാലത്ത്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ക്ലിപ്പിൻ്റെ പ്രയോഗം വളരെ ഉപകാരപ്പെടും. അതുപോലെ മഴക്കാലത്തും. അതിന് ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം ഇത് പൊക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് മടക്കി വെച്ചിരുന്ന ഗ്രോ ബാഗ് നമ്മൾ ഈ രീതിയിൽ പൊക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഇത് ശരിക്കും ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഈ ക്ലിപ്പ് ഇവിടെ കൊളുത്തുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറുവശത്ത് മടക്കി അടുത്ത ക്ലിപ്പ് ഇടുക. ഈ ക്ലിപ്പ് നീളത്തിലുള്ളതല്ല, വീതിയിലുള്ള ഈ ലോട്ടറിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ക്ലിപ്പാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. എങ്ങനെയായാലും ഇത് ഇവിടെ ഇരുന്നോളും, പോകില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ചെറിയ ഹോളാണുള്ളത്. ഈ ഹോളിൽ കൂടെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് വീണോളും. ഓവറായിട്ടുള്ള വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ ഈ സാധനം വച്ചിരിക്കുന്നത്. മഴയുണ്ട് ഇവിടെ, അത് കാരണം ഞാൻ കുടയൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പിട്ട വീഡിയോ നേരത്തെ ഒരെണ്ണം ഇട്ടിരുന്നു, പക്ഷേ അത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടി മഴക്കാലമായില്ലേ, അപ്പോൾ ഒന്നും കൂടി ഈ സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനുള്ള ഇഷ്ടം പോലെ ഇത്രയൊക്കെ വെണ്ട ഇന്നലെ പറിച്ചതാണ് വെണ്ടയ്ക്ക. എന്നിട്ട് എന്തൊരു വെണ്ടയ്ക്ക. ഇതാണ് മഴക്കാലത്തെ കൃഷി. ചിലർ പറയും, ഒരാൾ ഓർപ്പിക്കാനുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മഴക്കാലത്തൊന്നും ഉണ്ടാവില്ല ചേട്ടാ, വെറുതെ ഈ ബെഡായി അടിച്ചിട്ട് കാര്യമില്ല എന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ആ ആളും വേണമെങ്കിൽ ഇത് കണ്ടോട്ടെ. കാരണം ഇത്രയും അധികം കൃഷി വെണ്ടയ്ക്ക ഉണ്ടാകുന്നത് മഴക്കാലമല്ലേ ഇപ്പോൾ. ഇഷ്ടംപോലെ തക്കാളിയുണ്ട്, പക്ഷേ ഈ തക്കാളിയുടെ കാലാവധി തീർന്നു, ഇത് വലുതായി തീരാറായി. അതുകൊണ്ടാണ് ഇങ്ങനെ കുറവായിട്ടുള്ളത്. ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.